ഹലോ. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇവിടെ ഒരു സംഭവം വച്ചിട്ടുണ്ട്. ഒരു 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 ബ്രദർ വിൽക്കുകയാണ് റെസിൻ വർക്ക്. ഇത് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. ഇത് സൂപ്പറാണ്. ഇതാണ് ആള്. ഇയാളുടെ വർക്ക് എനിക്ക് കാണാം. കുറേ കീ ചെയിനുകൾ നല്ല രസമല്ലേ കാണാൻ. ലക്ഷദ്വീപ് ചെറിയൊരു ബീച്ചും പിന്നെ അതേപോലെ കടലും ഒക്കെ ആക്കിയിട്ടുണ്ട്. പല പല ഷേപ്പിലായിട്ട് ഹാർട്ട് ലവ്. പിന്നെ ഇത് കണ്ട ബ്രേസ്ലെറ്റ്, നെക്ലേസ്, ഇത് ഇയറിങ്സ്, മാല, കുറേ ഉണ്ട് കേട്ടോ. കമ്മലുകൾ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലത്തെ എക്കണോമി നന്നാവണം എന്നിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നാണ്. ഇവരെ പോലെയുള്ളവരെ സഹായിക്കണം, നിങ്ങളിവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ആ പാവങ്ങളുടെ കഞ്ഞികൂടി മാഷാ അള്ളാ നിലയിലൊക്കെ പോകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ അല്ല കേട്ടോ. ഞാൻ ഇതേപോലത്തെ വീഡിയോ വീണ്ടും ചെയ്യും. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങണം, അവർക്ക് എന്തെങ്കിലും കച്ചവടം ആവണം, ഞങ്ങളുടെ നാട്ടിൽ നല്ല ഉയർച്ച വേണം എന്നൊക്കെയാണ്. ഓക്കെ. ടൈം കഴിഞ്ഞു. ഇവിടെ കുറേ ആളുകൾ കൂടുമായിരുന്നു. ഇപ്പോൾ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. സാധനങ്ങളൊക്കെ പോയി. പിന്നെ വേറെ ഒരുപാട് ആർട്ട് വർക്ക് ഇയാൾ ചെയ്യുന്നുണ്ട്. കോക്കർഷൽ ഹാൻഡിക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്. ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. തൽക്കാലം എത്ര എന്ന് കാണിച്ചു തന്നു. പിന്നെ ഒരു ദിവസം ഇൻഷാ അള്ളാ ഞാൻ സൗകര്യം പോലെ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഒരു കട ഉണ്ട്, നമുക്ക് ഒരു ദിവസം അവിടെ പോകാം. ഒന്ന് ക്ഷമിക്കണം, ഞാൻ വീണ്ടും ആ കാര്യം പറയുന്നുണ്ട്. ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, മറക്കരുത്. പറഞ്ഞ് വെറുപ്പിക്കുന്നതല്ല, എൻ്റെ തൊഴിലതാണ്. പിന്നെ ഉണ്ടല്ലോ, മൂപ്പരെ കാർഡ് തന്നത് ഞാനത് കാണിക്കുന്നില്ല. മൂപ്പര് സാധനം വാങ്ങാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. ഓക്കെ. അങ്ങനെ.